BJP വിട്ട ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഐഡിയോളജിക്കൽ ഇതും കൂടെ ഉണ്ട്. ഈ വിഭാഗീയതയുടെ അല്ലെങ്കിൽ വർഗീയതയുടെ ഒരു പൊളിറ്റിക്സ് വിട്ടിട്ട് ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗം, അത് തെരഞ്ഞെടുപ്പിനും ബൈ ഇലക്ഷനും റിസൾട്ടിനും മാത്രമല്ല, പൊതുവേ നാടിന് നല്ലതാണ്. അതിനകത്ത് BJPക്ക് അസ്വസ്ഥതയുണ്ടാകും. പക്ഷെ ഇവിടെ പിന്നെ കാണുന്ന ഒരു കാഴ്ച BJPയേക്കാൾ അസ്വസ്ഥത CPM-നാണ്. ഷാഫി പറമ്പിൽ നമ്മോടൊപ്പം ചേരാണ്. തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലെ ആ ഒരു സ്പേസ്, ആ ഒരു സമയം കഴിഞ്ഞു. ഇപ്പം എന്താണ് ലാസ്റ്റ് ഫസ്റ്റ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോൾ അത് കൗണ്ട് ചെയ്യുന്നവരെ കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആദ്യം പറഞ്ഞ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അതിനൊന്നും കുറവ് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ആ ആത്മവിശ്വാസത്തിൽ തന്നെ എപ്പോഴും ഉള്ളത്. ആ അഞ്ചക്കം തന്നെയായിരിക്കും അതാണ് പ്രതീക്ഷിക്കുന്നത്. അവസാന ലാപ്പിലേക്ക് വന്നപ്പോഴേ ഇന്നലെ 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ ചില അസ്വസ്ഥതകൾ ചിലർക്ക് ഉണ്ടാവുന്നതാണ്. സ്ഥാനാർത്ഥി ബൂത്തിൽ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യായം. എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ ചീഫ് ഏജൻറ്റും ബൂത്തിൽ ചെല്ലാറില്ലേ? ഇതൊക്കെ ആദ്യമായിട്ടാണോ? അതൊക്കെ ചെറിയ അസ്വസ്ഥതകളാണ്, കാര്യമില്ല. ഓക്കെ. ഇപ്പം ഈ സന്ദീപ് ഭാരത് കോൺഗ്രസിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സംഗതിയോട് സരിൻ പോയതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് പലതും കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം, BJP വിട്ട ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഐഡിയോളജിക്കൽ ഇതും കൂടെ ഉണ്ട്. ഈ വിഭാഗീയതയുടെ അല്ലെങ്കിൽ വർഗീയതയുടെ ഒരു പൊളിറ്റിക്സ് വിട്ടിട്ട് ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗം, അത് തെരഞ്ഞെടുപ്പിനും ബൈ ഇലക്ഷനും റിസൾട്ടിനും മാത്രമല്ല, പൊതുവേ നാടിന് നല്ലതാണ്. അതിനകത്ത് BJPക്ക് അസ്വസ്ഥതയുണ്ടാകും. പക്ഷെ ഇവിടെ പിന്നെ കാണുന്ന ഒരു കാഴ്ച BJPയേക്കാൾ അസ്വസ്ഥത CPM-നാണ്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആ ഒരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞല്ലോ, കുറച്ച് സമയം വീട്ടിൽ നിൽക്കാൻ സമയം ഉണ്ടാവും. അതുണ്ടാവില്ല. എനിക്ക് എൻ്റെ വടകര നോക്കണ്ടേ, ഞാൻ വടകര പോവാ.